വീണ അറസ്റ്റിലേക്കോ? CMRL മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് വീണ്ടും കുരുക്കുമുറുകുകയാണ്. ഈ മാസം 29-ന് നേരിട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ വീണയ്ക്ക് സമൻസ് അയച്ചിരിക്കുകയാണ്. ജൂൺ 17-ാം തീയതിയായിരുന്നു വീണയെ ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്തതിൽ പലതിലും വീണയ്ക്ക് വ്യക്തത ഉണ്ടായിരുന്നില്ല. അതിനിടെ വീണയ്ക്കെതിരായിട്ടുള്ള അന്വേഷണം ദ്രുതഗതിയിൽ ആക്കുന്നതിന്റെ ഭാഗമായി 2 ദിവസം മുൻപ് വീണയ്ക്ക് അക്കൗണ്ടുള്ള തിരുവനന്തപുരത്തെ MG റോഡിലുള്ള HDFC ബാങ്കിൽ ED എത്തുകയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണയെ വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് ബാങ്കിന്റെ ലോക്കർ തുറന്നു. ആ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും ED ശേഖരിച്ചു. ആ രേഖകളെല്ലാം തന്നെ EDയുടെ പക്കൽ നേരത്തെ ഉണ്ടായിരുന്നതാണ്. കാരണം ആ അക്കൗണ്ട് മരവിപ്പിച്ച അക്കൗണ്ടാണ്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ പരിശോധന എന്ന് പറയുന്നത് ലോക്കറിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതായിരുന്നു EDക്ക് അറിയേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ പരിശോധന. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അവിടെ നിന്നും കാര്യമായി ഒന്നും കിട്ടിയില്ല. അതായത് HDFCയുടെ ബാങ്ക് ലോക്കറിൽ നിന്നും കാര്യമായി രേഖകളൊന്നും ലഭിച്ചിരുന്നില്ല. പിന്നീട് EDക്ക് വളരെ പെട്ടെന്ന് ഒരു തിരിച്ചടി ഇന്നലെ ഉണ്ടായി. അത് SFIയുടെ ഭാഗത്ത് നിന്നാണ് ഉണ്ടായത്. കാരണം SFIയുടെ ഭാഗത്ത് 134 രേഖകളാണ് ഉള്ളത്. ആ രേഖകളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള ചില തെളിവുകളുണ്ട്, വീണയുടെ മൊഴികളുണ്ട്. എന്നാൽ പെട്ടെന്ന് ഇന്നലെ ഈ SFIO വളരെ ഒരു മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചു. അതെന്തുകൊണ്ടാണ് എന്നതിനെ കുറിച്ച് വ്യക്തതയില്ല. കാരണം ഈ 133 രേഖകളുടെ പകർപ്പ് EDക്ക് കൈമാറാൻ കലൂരിലെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് കോടതി വിധിച്ചിരുന്നതാണ്. ബുധനാഴ്ച തന്നെ കൈമാറണം, അല്ലെങ്കിൽ ബുധനാഴ്ചയ്ക്ക് മുൻപ്, അതായത് വീണയെ ചോദ്യം ചെയ്ത ജൂൺ 17-ാം തീയതിയോ അല്ലെങ്കിൽ അതിനു മുൻപാകെയോ ഈ 134 രേഖകളുടെ പകർപ്പ് കൈമാറണമെന്ന് കോടതി SFIയോട് നിർദ്ദേശം നൽകിയെങ്കിലും SFIO അതിന് കൂട്ടാക്കിയില്ല. അത് EDക്ക് വലിയൊരു തിരിച്ചടിയായി. അങ്ങനെ ഇന്നലെ വീണയ്ക്ക് എതിരായിട്ടുള്ള EDയുടെ അന്വേഷണം പെട്ടെന്ന് വഴിമുട്ടി പോവുകയായിരുന്നു ഈ SFIOയുടെ നിലപാട് മൂലം. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വളരെ വേഗത്തിൽ, വളരെ ദ്രുതഗതിയിൽ വീണയെ പൂട്ടാനുള്ള നടപടികളുമായി മുന്നോട്ട് പോയപ്പോഴാണ് SFIO തങ്ങളുടെ പക്കലുള്ള ഈ രേഖകൾ ഹാജരാക്കാതെ ഒരു മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചത്. നമുക്കറിയാമല്ലോ, രണ്ടും കേന്ദ്ര ഏജൻസികളാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതേപോലെ തന്നെ SFIOയും കേന്ദ്ര ഏജൻസികളാണ്. അതുകൊണ്ട് ഈ രേഖകളുടെ പകർപ്പ് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എത്രയും വേഗം വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ED എന്തായാലും കോടതിയിലേക്ക് പോയില്ല, മറിച്ച് SFIOയുടെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ SFIO 2 ദിവസത്തിനകം രേഖകൾ കൈമാറാം EDക്ക് എന്നാണ് ഒരു തീരുമാനമായിരിക്കുന്നത്. അതായത് ഇന്നോ നാളെയോ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ഈ രേഖകൾ 133 രേഖകളുടെ കോപ്പികൾ SFIO EDക്ക് കൈമാറുന്നതോടുകൂടി വീണ വിജയന് മുന്നിലുള്ള കുരുക്ക് മുറുകുകയാണ്. ജൂൺ 29-ാം തീയതി വീണയെ വിളിച്ചു വരുത്തുന്നു. ജൂൺ 17-ാം തീയതി നടത്തിയ പല ചോദ്യങ്ങൾക്കും വീണയ്ക്ക് ഉത്തരമില്ലായിരുന്നു. അവിടെ EDയുടെ ഭാഗത്ത് നിന്നും ഒരു ബലമില്ലായ്മ, ചോദ്യങ്ങൾക്ക് ഒരു ബലമില്ലായ്മ ഉണ്ടാകാനുള്ള കാരണം ഈ SFIOയുടെ കയ്യിലുണ്ടായിരുന്ന 134 രേഖകൾ EDക്ക് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ EDക്കും ആ ഒരു ചോദ്യം ചെയ്യലിൽ ഒരു ആത്മവിശ്വാസം എന്നുള്ളത് ഇൻവെർട്ടഡ് കോമയിലാണ്, ആത്മവിശ്വാസം അത്ര പോരായിരുന്നു. അതുകൊണ്ട് തന്നെ വീണയ്ക്ക് വളരെ സ്വതന്ത്രമായി ജൂൺ 17-ാം തീയതി ഇറങ്ങാൻ കഴിഞ്ഞു. ഇനി വരുന്ന ജൂൺ 29-ാം തീയതി വീണയെ വിളിച്ചു വരുത്തുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് SFIOയുടെ കയ്യിലുള്ള ഈ 134 രേഖകളുടെ അടിസ്ഥാനത്തിലായിരിക്കും വീണയെ ചോദ്യം ചെയ്യുക. മാത്രമല്ല, കഴിഞ്ഞ തവണ ചോദ്യം ചെയ്തപ്പോൾ 172 ചോദ്യങ്ങളാണ് വീണയ്ക്ക് മുൻപാകെ ED മുന്നോട്ട് വെച്ചത്. ഈ പല ചോദ്യങ്ങൾക്കും വീണയ്ക്ക് കൃത്യമായി മറുപടി നൽകാൻ കഴിഞ്ഞില്ല. 2 പ്രശ്നങ്ങളാണല്ലോ ഇവിടെയുള്ളത്. അതായത് 2,78,00,000 രൂപ CMRL വീണയ്ക്ക് കൊടുത്തു. വീണയുടെ സേവനത്തിനായി എക്സാലോജിക്കിന് കൊടുത്തു. 2017 ജനുവരി മുതൽ 2020 ജൂൺ വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ഒരു ഇടപാട് നടന്നത്. ഇത് എന്ത് സേവനത്തിനാണ് എന്നുള്ളതാണ് EDക്ക് പ്രധാനമായും അറിയേണ്ടത്. വീണയ്ക്ക് വ്യക്തിപരമായി CMRL നൽകിയത് 5 ലക്ഷം രൂപയാണ് പ്രതിമാസം. അതേപോലെ തന്നെ എക്സാലോജിക്കിന്, വീണയുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കിന് CMRL നൽകിയത് പ്രതിമാസം 3 ലക്ഷം രൂപയാണ്. അങ്ങനെയാണ് ഈ 2,78,00,000 രൂപ
രൂപ വന്നിട്ടുള്ളത്. അത് എന്ത് സേവനത്തിനാണ് എന്നുള്ളതാണ് ഇഡിക്ക് അറിയേണ്ട ചോദ്യം. ഇതിന് കൃത്യമായി വീണയ്ക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ കേസിന്റെ ആദ്യത്തെ മെറിറ്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് CMRലെ അനുബന്ധ കമ്പനിയായിട്ടുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും 50 ലക്ഷം രൂപ വീണ വായ്പ വാങ്ങി. ആ വായ്പയിൽ 4 ലക്ഷം രൂപ മാത്രമേ വീണയ്ക്ക് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞുള്ളൂ. എന്തിനാണ് ഈ വായ്പ എന്നുള്ളതാണ് ഇഡിയുടെ രണ്ടാമത്തെ ചോദ്യം. 50 ലക്ഷം രൂപ എന്തിനാണ് വീണ CMRലെ പക്കൽ നിന്നും വായ്പയായി കൈമാറിയത്? അത് എന്തിനു വേണ്ടിയെല്ലാം ചെലവഴിച്ചു? എന്ത് കാരണത്താലാണ് ആ വായ്പ വാങ്ങിയത്? അതിലെ 4 ലക്ഷം രൂപ മാത്രമേ വീണ തിരിച്ചടച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ബാക്കി തുക എന്തുകൊണ്ട് തിരിച്ചടച്ചില്ല? ഇതാണ് രണ്ടാമത് ഇഡിക്ക് വ്യക്തത വരുത്തേണ്ടുന്ന കാര്യം. അതുകൊണ്ട് തന്നെ വീണയ്ക്ക് ഈ രണ്ട് കാര്യങ്ങളിലും കഴിഞ്ഞ തവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി നൽകാൻ കഴിഞ്ഞില്ല. വീണ ആകെ പറഞ്ഞത് ഇത് ഒരു ഡിജിറ്റൽ വഴിയുള്ള സേവനമായിരുന്നില്ല, അതായത് ഏതെങ്കിലും തരത്തിലുള്ള കോൺഫറൻസ് വഴിയോ വീഡിയോ കോൺഫറൻസ് വഴിയുള്ള സേവനമായിരുന്നില്ല, മറിച്ച് മെയിൽ വഴിയുള്ള സേവനമായിരുന്നില്ല. അങ്ങനെ ഒരു ഡിജിറ്റൽ സേവനമായിരുന്നില്ല നൽകിയത്, മുഖാമുഖമുള്ള സേവനമാണ് നൽകിയത്. താൻ CMRL മേധാവികളുമായി നേരിട്ടാണ് പോയി സേവനം നൽകിയത് എന്നാണ് വീണ നൽകിയിരിക്കുന്ന മൊഴി. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ മൊഴി വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെയെങ്കിൽ എങ്ങനെയാണ്, എന്ത് സേവനമാണ് നൽകിയത് എന്നുകൂടി വീണ വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ മുഖാമുഖം സേവനം നൽകിയെന്നിരിക്കട്ടെ, ആ സേവനം എന്താണ്? അതാണ് ഇഡി ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അവിടെയാണ് വീണയ്ക്ക് ഉത്തരമുട്ടുന്നത്. മാത്രമല്ല ഈ 50 ലക്ഷം രൂപയുടെ ലോണുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോഴും വീണയ്ക്ക് ഉത്തരമുട്ടുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ തവണ 172 ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ വീണ അതിൽ പലതിലും പതറിപ്പോയി. പല ചോദ്യങ്ങളിലും വ്യക്തത ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇഡിക്കും ഒരു ആത്മവിശ്വാസമില്ലായ്മ ഉണ്ടായിരുന്നു. ഈ 134 രേഖകളുടെ അസാന്നിധ്യമാണ് അത്തരമൊരു ആത്മവിശ്വാസ കുറവിന് കാരണം. ഇനിയിപ്പോൾ ഇഡി വരുന്നത് സർവ്വസന്നാഹങ്ങളുമായിട്ടാണ്. എല്ലാ പഴുതുകളും അടച്ചു കഴിഞ്ഞിരിക്കുന്നു. ലോക്കറിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് വീണയ്ക്ക് അനുകൂലമായ ഘടകമാണ്. മാത്രമല്ല ഇന്നലെ SFIയുടെ ഭാഗത്തു നിന്നുള്ള മെല്ലപ്പോക്ക് നയവും വീണയ്ക്ക് അനുകൂലമായിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യം വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു ഘടകമായതുകൊണ്ട് കുറെ നാൾ കൂടി നീണ്ടുപോകുമെന്നായിരുന്നു വീണ വിചാരിച്ചത്. എന്നാൽ ഇഡി തങ്ങളുടെ നീക്കം ഒരു കാരണവശാലും ആ നീക്കത്തിന്റെ വേഗത കുറച്ചില്ല. ഇന്ന് രാവിലെ തന്നെ വീണയ്ക്ക് സമൻസ് അയച്ചിരിക്കുകയാണ്. ജൂൺ 29-ാം തീയതി കൊച്ചിയിലെ സോണൽ ഓഫീസിൽ നേരിട്ട് ഹാജരാകുക എന്നുള്ളതാണ് ഇഡി അയച്ചിരിക്കുന്ന സമൻസിന്റെ ഉള്ളടക്കം. കഴിഞ്ഞ തവണ 11 മണി മുതൽ ഏതാണ്ട് 7:50 വരെ, രാവിലെ 11 മണി മുതൽ രാത്രി 7:50 വരെ നീണ്ടു നിന്നു ഇഡിയുടെ ചോദ്യം ചെയ്യൽ. ഇത്തവണ അത് എത്ര മണിക്കൂറുകൾ നീളും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 29-ാം തീയതി, ജൂൺ 29-ാം തീയതി വീണയുടെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇഡി 29-ാം തീയതി, അതായത് രണ്ടാം തവണ വീണയെ ചോദ്യം ചെയ്യുമ്പോൾ വീണയുടെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിയമം അനുസരിച്ച് ഇഡിയുടെ മുൻപാകെ നൽകുന്ന മൊഴി തെളിവാണ്. ആ തെളിവ് കോടതിയുടെ മുന്നിൽ ഹാജരാക്കിയാൽ കോടതി അതിനെ തെളിവായിട്ട് സ്വീകരിക്കും. അങ്ങനെയെങ്കിൽ വീണയുടെ ഭാഗത്തു നിന്നും എഴുതി വാങ്ങുന്നതായിട്ടുള്ളതോ അല്ലെങ്കിൽ വീണ പറയുന്നതായിട്ടുള്ളതോ ആയ മൊഴിയെ കൃത്യമായി രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ വീഡിയോ വഴി ചിത്രീകരിക്കുകയോ ചെയ്തുകൊണ്ട് ആ മൊഴിയെ തെളിവാക്കിക്കൊണ്ട് വീണയെ ജൂൺ 29-ാം തീയതി ഒരുപക്ഷെ ഇഡി അറസ്റ്റ് ചെയ്ത് എന്ന് വന്നേക്കാം. എന്നാൽ അക്കാര്യത്തിലെല്ലാം തന്നെ തീരുമാനമെടുക്കേണ്ടത് ഇഡിയാണ്. ഇവിടെ ഒരു പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇതുവരെയുള്ള നീക്കങ്ങളെല്ലാം തന്നെ ചുക്കാൻ പിടിച്ചത്, അതായത് മെയ് 27-ാം തീയതി ഇഡിയെ ആക്രമിച്ചല്ലോ, CPM നേതാക്കളടക്കം ചേർന്ന് ആക്രമിച്ചല്ലോ. അതിലെ 26 പ്രതികൾ ഇപ്പോഴും ജാമ്യം കിട്ടാതെ അകത്ത് കിടക്കുകയാണ്. ആ ദിവസം മുതൽ ഇഡിയുടെ ഡയറക്ടറായിട്ടുള്ള രാഹുൽ നവീന്റെ നേരിട്ടുള്ള ഇടപെടൽ മൂലമാണ് ഈ കേസ് ഇതുവരെ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഈ പറയുന്ന ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ. അതുകൊണ്ട് തന്നെ വീണയ്ക്ക് കുരുക്കുമുറുകുന്നു. ഒരുപക്ഷെ ജൂൺ 29-ാം തീയതി വീണയുടെ അറസ്റ്റ് ഉണ്ടായേക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.